ഈ ചേമ്പിൻ്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ നിങ്ങൾക്കറിയോ? ചേമ്പിൻ്റെ ഇലയിൽ എത്ര വെള്ളം പാർന്നാലും അത് ചേമ്പിൻ്റെ ഇലയിലേക്ക് ചേരൂല. വെള്ളം വേറെ ആയിട്ട് കാണൂലേ? അതെന്താണ് ചേമ്പിൻ്റെ ഇലയിലേക്ക് വെള്ളം ചേരാത്തത്? ശക്തമായ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു കോട്ടിങ് ഈ പ്രത്യേകമായ ഒരു ഇലയിലുണ്ട്. എന്നാൽ ചില ആളുകളുടെ ഹൃദയം ഒരു ചേമ്പിൻ്റെ ഇല പോലെ ആയിരിക്കും അല്ലേ? എത്ര അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും പോലെ ഹൃദയത്തിലേക്ക് കയറൂല. അത് കുട്ടികളിലാണെങ്കിലും അതല്ല മുതിർന്നവരിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആ കുട്ടികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? പ്രത്യേകമായ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കണം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ യാ മുഅല്ലിമ ഇബ്രാഹിമ അല്ലിംനി വയാ മുഫഹിമ സുലൈമാന ഫഹിംനി. സത്യത്തിൽ അതൊരു വല്ലാത്തൊരു ദുആണ്. ഏത് മനസ്സിലാവാത്ത ഹൃദയത്തിലേക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും ഈ ദുആ നമ്മളെപ്പോഴും ചെയ്താൽ. അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന ഒരു കാലമായതുകൊണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ചില കുട്ടികളുണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഹൃദയം അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും ഈ ദുആ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഈ ദുആക്ക് വലിയ ശക്തിയുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ യാ മുഅല്ലിമ ഇബ്രാഹിമ അല്ലിംനി. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്ക് നീ ഇൽമ പഠിപ്പിച്ചു കൊടുത്തതുപോലെ എനിക്ക് നീ ഇൽമ പഠിപ്പിച്ചു തരണേ. വയാ മുഫഹിമ സുലൈമാന ഫഹിംനി. പടച്ചോനെ, സുലൈമാൻ നബിക്ക് നീ കൊടുത്ത ഗ്രാഹ്യശക്തി പോലെ എനിക്ക് നീ ഗ്രാഹ്യശക്തി തരണേ. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് വിശദീകരിക്കാം. എന്താണ് ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഇൽമ? എന്താണ് സുലൈമാൻ നബിക്ക് കൊടുത്ത ഗ്രാഹ്യശക്തി? ഇബ്രാഹിം നബിയെ കുറിച്ചിട്ട് അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതെന്താ? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ എന്നാണ്. ഇബ്രാഹിം നബി ഒരു സമൂഹമായിരുന്നു എന്ന്. മാത്രമല്ല, പ്രപഞ്ച പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു ആണ് ഏക സൃഷ്ടാവ് എന്ന് സ്വന്തം യുക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും മനസ്സിലാക്കിയ ആളാണ് ആര്? ഇബ്രാഹിം നബി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖലീലായി, കൂട്ടുകാരനായി തിരഞ്ഞെടുത്തു. ആരെ? ഇബ്രാഹിം നബി അള്ളാഹു. ഇനി സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത ഗ്രാഹ്യശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. സുലൈമാൻ നബിയും സംഘവും ഒരു ദിവസം ഉറുമ്പുകളുടെ മാളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേ ഒരു ഉറുമ്പ് പറഞ്ഞു അത്രേ, ഉറുമ്പുകളുടെ കൂട്ടമേ, നിങ്ങൾ വേഗം മാളത്തിലേക്ക് കയറിക്കോളിയും, സുലൈമാനും സംഘവും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താതിരിക്കട്ടെ എന്ന്. അപ്പം എന്ത് ചെയ്തു? ഫതബസ്സമ ലാഹിക്കൻ. സുലൈമാൻ നബി ചിരിച്ചു. ആ ഉറുമ്പിൻ്റെ സംസാരം സുലൈമാൻ നബി കേട്ടതുകൊണ്ടാണല്ലോ ചിരിച്ചത്. അപ്പോൾ ഉറുമ്പിൻ്റെ സംസാരം വരെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് ആര്? സുലൈമാൻ നബി. അപ്പം നിങ്ങൾ ആ ദുആ പതിവാക്കിക്കോളിയും. അല്ലാഹുമ്മ യാ മുഅല്ലിമ ഇബ്രാഹിമ അല്ലിംനി വയാ മുഫഹിമ സുലൈമാന ഫഹിംനി.